കുരിശ് ധരിച്ച് ഏതെങ്കിലും ഒരു കുട്ടി വന്നാൽ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ നിന്ന് ആ കുട്ടിയെ പുറത്താക്കിയാൽ എന്തായിരിക്കും അഭിലാഷ്? അതിൻ്റെ ഇത്ര ക്രൂരമായിരിക്കും അത്? അല്ലാതെ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ ക്രിസ്ത്യാനി കുരിശ് ധരിച്ചു വന്നാലെന്നൊക്കെ പറയുന്ന ആപേക്ഷികമായ ഒരു സാഹചര്യം അമീൻ പറയരുത്. അത് തെറ്റാണ്. അമീൻ ഹസൻ, ഇവിടെ ഇപ്പോൾ ഉണ്ടായ സംഭവം ഞാനിപ്പോൾ നേരത്തെ കഴിഞ്ഞ ചോദ്യത്തിൽ വിശദീകരിച്ചു. സ്വാഭാവികമായും ഒരു സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂളിന് ഇങ്ങനൊരു നിയമാവലി ഉണ്ട് എങ്കിൽ ആ നിയമാവലി പാലിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണല്ലോ ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക. ഈ കാര്യത്തിലെ മാനേജ്മെൻറ്റുകളുടെ അവകാശം സംബന്ധിച്ച് നിലവിൽ കോടതി വിധികളുണ്ട്. ഇതിനപ്പുറത്ത് വ്യക്തി അവകാശമാണ് വലുത് എന്ന ഒരു കോടതി വിധി വരാത്തിടത്തോളം കാലം ഇപ്പോൾ ഉള്ള നിയമം അങ്ങനെയാണ് എന്നിരിക്കെ അവിടെ അനാവശ്യമായ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ശരിയായ നടപടിയായിപ്പോയോ? എന്താണ് താങ്കളുടെ അക്കാര്യത്തിൽ അഭിപ്രായം? അഭിലാഷ്, എനിക്ക് തോന്നുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു കോടതി വിധിയെ ഊന്നിയിട്ടല്ല ഈ സംവാദം മുന്നോട്ട് പോകേണ്ടെന്ന് തോന്നുന്നു. ഞാൻ ശ്രീ ഷൈജു ആൻ്റണിയോട് ഉള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഈ ചർച്ച ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ തന്നെ സാധാരണ നിലയിലുള്ള അദ്ദേഹം വളരെ സെക്കുലറായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച തരത്തിലുള്ള ഒരു പോളറൈസ്ഡായി എക്സാജറേറ്റഡായി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം അങ്ങനെ നമ്മുടെ സമൂഹത്തെ കൂടുതൽ പോളറൈസ് ചെയ്യണോ? അദ്ദേഹം പറഞ്ഞ പലതും വസ്തുതാപരമല്ല, പലതും സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ ആ ഒരു ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലാർജർ പിക്ചറിൽ നിയമപരമായിട്ടും രാഷ്ട്രീയമായും നമ്മളിതിനെ കാണണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഭിലാഷ് ഓർക്കുന്നുണ്ടാവും, കർണാടകയിലെ ഹിജാബ് ബാനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ കേസ് നടന്ന സന്ദർഭത്തിൽ നടന്നിട്ടുള്ള വാദങ്ങളും ആ കാര്യത്തിൽ സുപ്രീം കോടതിയിലുണ്ടായിട്ടുള്ള ഭിന്നാഭിപ്രായമുള്ള വിധിന്യായങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു പൊസിഷൻ എടുക്കാൻ, തീരുമാനം എടുക്കാനല്ല, നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കണം എന്ന കാര്യത്തിൽ ഒരു പൊസിഷൻ എടുക്കാൻ സ്വീകരിക്കാവുന്ന രണ്ട് വഴികൾ. ഒന്ന്, ജസ്റ്റിസ് ഹേമന്ത് ഗുപ്തയുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും ഹിജാബ് നിരോധിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒറ്റ നോട്ടത്തിൽ തന്നെയും അസംബന്ധം എന്ന് പറയാവുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു വിധിയെ കൂടെ പക്ഷത്ത് നമുക്ക് വേണമെങ്കിൽ നിൽക്കാം. പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ തലയിൽ ഒരു കഷ്ണം തുണിയിട്ടാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്ന് തുടങ്ങി അതിശക്തമായി ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഉൾക്കൊള്ളലിനെ കുറിച്ച്, ഇൻക്ലൂസീവ്നെസ്സിനെ കുറിച്ച്, നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ജസ്റ്റിസ് സുധാൻഷു ധൂലിയുടെ നിലപാടിനൊപ്പം നമുക്ക് നിൽക്കാം. ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റിസ് സുധാൻഷു ധൂലിയുടെ നിലപാടാണ് ഇന്ത്യൻ സെക്കുലറിസത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് എന്നാണ്. പൊതു കോളേജുകളിൽ ഹിജാബ് നിരോധിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സുപ്രീം കോടതിയിൽ ആ കേസ് എത്തിയിട്ടുള്ളത്. കർണാടക ഹൈക്കോടതിയുടെ വിധിയുടെ അപ്പീൽ എന്നുള്ള നിലയിൽ അത് ലാർജർ ബെഞ്ചിലേക്ക് പോയിട്ടുണ്ട്. രണ്ട് ജഡ്ജിമാർ രണ്ട് വിധി പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിലിപ്പോൾ ഏതെങ്കിലും ഒരു ജഡ്ജിയെ അവലംബിക്കുക എന്നുള്ളതല്ലാതെ അത് ലോ ഓഫ് ദ ലാൻഡ് ആവില്ല. പക്ഷേ ഈ വിഷയം തന്നെ, അതായത് ഈ സ്കൂളുകളിലെ, പ്രൈവറ്റ് സ്കൂളുകളിലെ കുട്ടികളുടെ വസ്ത്രധാരണം സംബന്ധിച്ച് കേരളത്തിൽ ജസ്റ്റിസ് മുഷ്താഖിന്റെ മുഹമ്മദ് മുഷ്താഖിന്റെ ഒരു ഉത്തരവുണ്ട്. തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥിനികളുടെ പിതാവ് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് അന്ന് കോടതി പറഞ്ഞത് എന്താ? ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് പറഞ്ഞത് എന്താ? സ്കൂളിലെ ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ബാധകമായ ഡ്രസ് കോഡ് നിലവിലിരിക്കെ മറ്റു വേഷത്തിലെത്തുന്നവരെ അനുവദിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് സ്കൂൾ അധികൃതരാണ്. തട്ടവും ഫുൾ കൈ ഷർട്ടും ധരിച്ചെത്തുന്ന വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കണമെന്ന് സ്കൂൾ അധികൃതരോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയില്ല. തുടങ്ങി വസ്ത്രധാരണം സംബന്ധിച്ച് വ്യക്തികൾക്ക് സ്വന്തം ആശയം പിന്തുടരാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഈ അവകാശം സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഭരണനിർവഹണ കാര്യങ്ങളിൽ ഇതേ സ്ഥാപനങ്ങൾക്ക് സമാനമായ അവകാശമുണ്ട്. തുടങ്ങി സമൂഹത്തിന്റെ വിശാല താല്പര്യം സംരക്ഷിക്കാൻ കോടതികൾ ബാധ്യസ്ഥമാണ് എന്ന പോയിന്റിൽ അവസാനിക്കുകയാണ്. 25-ാം അനുച്ഛേദ പ്രകാരമുള്ള മൗലിക അവകാശം എന്നുള്ളത് ആപേക്ഷികമാണ്. സ്ഥാപനത്തിന് അവരുടെ ഡ്രസ് കോഡ് നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അസന്നിഗ്ധമായി ഈ സ്പെസിഫിക് ആയ വിഷയം പ്രതിപാദിച്ച് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അഭിലാഷ്, ഇതൊരു കുറച്ചൊരു സെൻസിറ്റീവായ വിഷയമായതുകൊണ്ട് എൻ്റെ ഒരു വാദം പൂർത്തിയാക്കാൻ അങ്ങ് അനുവദിക്കണം. ജസ്റ്റിസ് മുഷ്താഖിൻ്റെ വിധി എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ തന്നെ 2016 അംന ബിൻത് ബഷീർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് CBSE എന്ന് പറയുന്ന കേസിൽ അദ്ദേഹം തന്നെ നടത്തിയിട്ടുള്ള വിധിന്യായത്തിൻ്റെ പ്രിൻസിപ്പിളുകൾക്ക് വിരുദ്ധമായ, കോൺട്രഡിക്ടറി ആയിട്ടുള്ള, ഒരുപക്ഷെ ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഹനിക്കാം
എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു വിധിയാണ് എന്നാണ് ആ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ നിയമപരമായ അഭിപ്രായം. ഞാൻ അതിനെക്കുറിച്ച് പറയാത്തതിൻ്റെ കാരണം ഇത്രമാത്രമാണ്. ജസ്റ്റിസ് അഡ്വക്കേറ്റ് ഫാലിയസ് നരിമാൻ, സീനിയർ അഭിഭാഷകനായിരുന്ന ഫാലിയസ് നരിമാൻ സുപ്രീം കോടതിയിലെ വിധികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയാൻ കഴിയില്ല, മറിച്ച് സുപ്രീം കോടതിയിലെ ഇന്ന ന്യായാധിപൻ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ വിധിച്ചു എന്ന് പറയേണ്ടുന്ന സാഹചര്യം ഈ നാട്ടിൽ നിലനിൽക്കുന്നു എന്നാണ്. ഇത്രയേ ഉള്ളൂ അഭിലാഷ്. അതായത് മുനമ്പത്തെ ഒരു കമ്മീഷനെ നിയമിച്ചപ്പോൾ ആ കമ്മീഷൻ്റെ സാധുത പരിശോധിക്കുന്ന ഒരു കോടതി പറയാണ് താജ്മഹൽ പോലും നാളെ വഖഫാണെന്ന് പറഞ്ഞു വരും എന്ന് പറയുന്ന ഒരു ആവശ്യമില്ലാത്ത അബ്സേർഡായ കാര്യങ്ങൾ വിധിന്യായത്തിൽ എഴുതി വെക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന നാട്ടിലാണ് നമ്മൾ കോടതി വിധികളെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഇത്തരം ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഭരണഘടനാ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ അഭിലാഷ്. അതായത് നമ്മുടെ ഭരണഘടനയിൽ കൾച്ചർ, ഹ്യൂമാനിറ്റി, ഡൈവേഴ്സിറ്റി, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ, ഫ്രട്ടേണിറ്റി തുടങ്ങി ധാരാളം മൂല്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ ഊന്നാൻ ആഗ്രഹിക്കുന്നത് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു മൂല്യത്തിലാണ്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കുകയാണോ വേണ്ടത്, അനുവദിക്കാതിരിക്കുകയാണോ വേണ്ടത്? ഞാൻ ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൽ അങ്ങനെ ഊന്നാനേ ആഗ്രഹിക്കുന്നില്ല. അനുവദിക്കാതിരിക്കുകയാണോ വേണ്ടത് എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം, ഷൈജു സാർ അടക്കമുള്ള ആളുകൾ ആലോചിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ഈ ടീച്ചർ പ്രിൻസിപ്പൽ പറയുന്നത്, MA BEd ഉള്ള അവർ കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ട്, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർ ധരിച്ചുകൊണ്ട് അവർ പറയുകയാണ് എല്ലാ കുട്ടികളും ഒരേ വസ്ത്രം ധരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മതപരമായ വസ്ത്രങ്ങൾ അനുവദിക്കാൻ കഴിയില്ല. ദീപിക മുഖപത്രം എഴുതുകയാണ്, മതാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ നമ്മൾ കടന്നു പോകുന്നത്. ഏത് സ്കൂളിനെ കുറിച്ചാണ് പറയുന്നത്? സെന്റ് റീത്ത സ്കൂളിൽ എല്ലാ കുട്ടികളെയും മതപരമായ ചടങ്ങുകൾക്ക് നിർബന്ധിച്ചു എന്ന് 2008 പരാതി ഉയർന്ന ഒരു സ്കൂളിലാണ് ഈ കാര്യം പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ പഞ്ചാബിലെ ഒരു കുട്ടിയെയും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലും സിഖ് മതവിശ്വാസ പ്രകാരമുള്ള ടർബൻ നിരോധിക്കുന്ന സാഹചര്യമേ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് കേരളത്തിലെ ചില സ്ഥാപനങ്ങളിൽ മാത്രം മുസ്ലിം പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെ നമ്മൾ ഇത്ര പ്രോബ്ലമാറ്റിക്കായി കാണണം എന്ന സാഹചര്യം ഒന്നാമത് നിലനിൽക്കുന്നുണ്ട്? അത് ഏതെങ്കിലും ഒരു കോടതി വിധിയിൽ ഊന്നി ഇതാണ് നിയമം, ഇതല്ല നിയമം എന്ന് തർക്കിക്കേണ്ടുന്ന ഒരു പ്രശ്നമല്ല, മറിച്ച് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ സെക്യുലർ ഇൻക്ലൂസീവ്നെസ് എന്നതും ഫ്രട്ടേണിറ്റി, ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ അടക്കമുള്ളവർ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഫ്രട്ടേണിറ്റിയുമായി ബന്ധപ്പെട്ട് കുരിശ് ധരിച്ച് ഏതെങ്കിലും ഒരു കുട്ടി വന്നാൽ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ നിന്ന് ആ കുട്ടിയെ പുറത്താക്കിയാൽ എന്തായിരിക്കും അഭിലാഷ്? അതിൻ്റെ എന്ത് ഇത്ര ക്രൂരമായിരിക്കും അത്? സമാനമാണിത്. ഇതൊരു പെൺകുട്ടിയുടെ, ഒരു മുസ്ലിം പെൺകുട്ടിയുടെ അടിസ്ഥാന വിശ്വാസത്തെ നിഷേധിക്കലാണ്. ഒരു മുസ്ലിം പെൺകുട്ടിയുടെ അവളുടെ കൾച്ചറിനെ നിഷേധിക്കലാണ്. ഇതാണ് ഞാൻ പറയട്ടെ, ഇത്തരത്തിൽ ഇങ്ങനെയല്ല മതവിശ്വാസങ്ങൾ തമ്മിൽ സ്ഥാപനങ്ങളിലെ അദ്ദേഹം പറയട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് വഴങ്ങും. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഈവൻ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും അവരുടെ യൂണിഫോമുകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ യൂണിഫോമിനകത്ത് ഒരു മതചിഹ്നം പുറത്ത് കാണാൻ അവർ അനുവദിക്കാറില്ല. അത് ഈവൻ കൊന്തയും ബന്ദിങ്ങയും പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. അല്ലാതെ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ ക്രിസ്ത്യാനി കുരിശ് ധരിച്ചു വന്നാലെന്നൊക്കെ പറയുന്ന ആപേക്ഷികമായ ഒരു സാഹചര്യം പറയരുത്. അത് തെറ്റാണ്. പിന്നെ ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ ഇന്ത്യയിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഓരോ സ്ഥാപനങ്ങൾക്കും ആ സ്ഥാപനങ്ങളുടേതായ ഒരു റൈറ്റ് ഉണ്ട്. അപ്പൊ ആ സ്ഥാപനങ്ങളുടെ റൈറ്റ് അവർ പാലിച്ചോട്ടെ. ആ സ്ഥാപനങ്ങളിൽ എന്ന് നിർബന്ധിക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, അതിൽ ആഡ് ചെയ്ത് പറയാനുള്ളത് ഒന്ന് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഭരണഘടന സവിശേഷമായ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ സവിശേഷമായ അവകാശങ്ങൾ നൽകുന്നുമുണ്ട്. ഞാനത് കൂട്ടിച്ചേർത്താണ്. അതെ അഭിലാഷ്, അതിൽ എനിക്ക് തർക്കമില്ല. അതായത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഹിജാബ് ഇത്രയുള്ളൂ എൻ്റെ വാദം. രണ്ട് കാര്യമാണ്. ഒന്ന്, പട്ടാളച്ചിട്ട പോലെയല്ല സ്കൂളിലെ യൂണിഫോം. അത്ര ക്രൂരമായിട്ടല്ല നമ്മൾ സ്കൂൾ കുട്ടികളുടെ യൂണിഫോമിനെ കാണേണ്ടത്. അത് ഒരു വളരെ വിചിത്രമായ ഒരു വാദമാണ്. ഒന്നാമത്തെ കാര്യം. കോടതികൾ പോലും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ പോലും ഈ ചർച്ച വന്നിട്ടുള്ളതാണ് ഈ ഹിജാബുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ കാര്യം, ഈ
ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കോൺട്രഡിക്റ്ററി ആവുന്ന ഒരു സന്ദർഭം ഉണ്ടായാലാണ്. കന്യാസ്ത്രീകൾ, ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകൾ, കുട്ടികൾ മതചിഹ്നങ്ങളുമായി വരുന്നത് കുട്ടികളുടെ ഇടയിൽ മതചിന്ത ഉണ്ടാക്കും എന്ന് പറയുന്നതിന്റെ ഒരു വൈരുദ്ധ്യം, വിചിത്രമായ ഒരു വാദം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പോലുള്ള ഒരു മതേതര സമൂഹത്തിൽ ഉന്നയിക്കാൻ കഴിയുക എന്ന് ക്രിസ്ത്യൻ സമൂഹത്തോടും ക്രിസ്ത്യൻ നേതൃത്വത്തോടും ആലോചിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, ഓക്കെ, വരാം. പക്ഷപാതപരമായി അമീൻ സംസാരിക്കുന്നു എന്നുള്ളതാണ്.